ആണുങ്ങളും ശ്രദ്ധിക്കണം. പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ചറിയണം. പെണ്ണുങ്ങൾക്ക് നിങ്ങൾ കറണ്ട് ബില്ല് കെട്ടിയിട്ടില്ലെങ്കിൽ വലിയ ബേജാറില്ല. പള്ളിന്റെ ഒന്തിക കൊടുത്തിട്ടില്ലെങ്കിലും വലിയ ബേജാറില്ല. ഉസ്താദിന് കൈമടക്കിയിട്ടില്ലെങ്കിലും വലിയ ബേജാറില്ല. ആളുകൾക്ക് അങ്ങനെയാണ്. പള്ളിന്റെ ദബ്ബിക്ക് പൈസ ഇടുമ്പോ ഭയങ്കര ബേജാറാണ്. ഓരോരുത്തർ കീസ കിട്ടുന്നേയില്ല. കീസ എന്നിട്ട് അടിയും തപ്പുന്ന. ഇന്നലെ തന്നെ 5 റുപ്യന്റെ കോയിൻ അത് ഓടൊക്കെ പോയി. 10 റുപ്യ ഉണ്ട്, 50 റുപ്യ ഉണ്ട്, 20 റുപ്യ ഉണ്ട്, 30 റുപ്യ ഉണ്ട്. ഇടേ ഇടല്ല. ജീവൻ ബാങ്ക് ഇടല്ല. ഇനി കിട്ടില്ല അങ്ങ് അപ്പുറത്തോണ്ട് നീ 10 റുപ്യ 5 റുപ്യ നാളെ തരുന്നേ ആങ്ക് ഇടല്ല. ചില മുസീബത്ത് റമളാൻ മാസത്തെ ഞാൻ ഒരിക്കലും കണ്ടിന്. മുത്താലി മുർദിയലി കൊണു വരുന്ന വെള്ളിയാഴ്ച ഒരാൾ വന്നിട്ട് മുസല്ലക്ക് 10 റുപ്യ ഇട്ടു. 10 റുപ്യ ഇട്ടിട്ട് 90 റുപ്യ 40 റുപ്യ എത്ര എടുത്ത ഇയാൾ ചില്ലറ എടുത്ത ഇട്ടെത്ര 10 റുപ്യ എടുത്തത് 40 90 എനിക്ക് ഓർമ്മയില്ല. 40 റുപ്യ 90 റുപ്യ ചില്ലറ എടുത്ത്. എങ്ങനെ കണ്ടാൾ എന്തിരിക്കണോ ഇയാൾ 100 റുപ്യ ഇട്ടിട്ട് ചില്ലറ ബാക്കി എടുത്തെന്നല്ലേ വിചാരിക്കുന്നത്. ഇട്ടിട്ട് 10 റുപ്യ മുസല്ലക്ക്. ഇങ്ങനത്തെ കള്ളന്മാരല്ലോ. സുബ്ഹാന ജല്ല ജലാൽ. റമളാൻ മാസത്തിൽ വന്നിട്ട് സമൂസ കക്കുന്ന ആളുണ്ട്. ടേബിളിന്റെ മീത്തുനിന്ന് സമൂസ എടുത്തിട്ട് മദ്രസിന്റെ ഡെസ്കിന്റെ ഉള്ളിലേക്ക് വെക്കുന്ന സമൂസ. ഇത് ഇവിടെ ഒരു സമൂസ ഷോർട്ട് ഉണ്ട്. ചെല്ലിയത് കളവല്ല, നേരില്ല. ഇവിടെ ഷോർട്ട് ഉണ്ട്. ഈ സമൂസയുടെ അടിയിലുണ്ട്. റമളാൻ മാസത്തിൽ നോമ്പ് നോക്കിയിട്ട് വന്നിട്ട് സമൂസ കക്കുന്ന, പള്ളി റാത്തീബിന്റെ സീർണി കക്കുന്ന കള്ളന്മാർ. ഇതിന്റെ ഇടയ്ക്ക് ഒരു കമ്മിറ്റിന്റെ ഓഫീസ് ഒരാൾ പറഞ്ഞു ഓഫീസ് സ്മെല്ല് വരുന്നു. അങ്ങനെ വന്നിട്ട് ഉസ്താദ് ചെല്ലി ഓഫീസ് മണക്കുന്നു. അങ്ങനെ എന്ത് എലിമിറ്റ് ചത്തിട്ടുണ്ടാ നോക്കുമ്പോ സീനിന്റെ 3 കെട്ട് വലിയത് പൂക്കെ പിടിച്ചിട്ട് സ്മെല്ല് വരുന്ന. അങ്ങനെ CCTV നോക്കുമ്പോ നാട്ടിലെ വലിയ മൂപ്പൻ ആചാരം എടുത്തു വെച്ചിന് അതിന്റെ ഉള്ളില്. സുബ്ഹാന. പള്ളിന്റെ റാത്തീബിന്റെ സീർണി കട്ടിട്ട് കൊണ്ടുപോകുന്ന മുസീബത്ത് പിടിച്ച ചില മനുഷ്യന്മാർ. അല്ലാഹു നീ കാക്കണേ അല്ലാ. ചില പെണ്ണുങ്ങളുണ്ട് അങ്ങനെ. മംഗളത്തിരി പോയിരുന്നു മൈസൂർ പാക്കിന് തൊട്ടെടുത്തോണ്ടേ പോന്നെ തൊട്ടെടുത്തിട്ട് തൊട്ടേ നടക്കുന്നത് മൈസൂർ പാക്കിനെ ജുലബീനല്ല. അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ ചുറ്റിട്ട് കൊടുത്തിട്ട് പരില് വന്നിട്ട് പൊരോതി ആട്ട ഓതിയല്ല. ഇനി പെണ്ണുങ്ങ ഫസ്റ്റ് പോയിട്ട് വെജിൽ വയ്ക്കുന്നത്. അത് കഴിഞ്ഞ് 4 കുറി മീറ്റ താഴെ പോയിട്ട് നോൺ വെജിൽ വയ്ക്കുന്ന വേക്ക് സുറു. ഇതെല്ലാം കഴിഞ്ഞിട്ട് മൈസൂർ പാക്കല്ല തൊട്ടലിട്ടോണ്ട് പോന്നെ സീത പരക്ക് പരോധി എടുത്തോണ്ട്. ചില പെണ്ണുങ്ങ കിടാക്കളെ ചൈന കഴിച്ചെന്ന് കിട്ടി അതിനെ എടുത്തോണ്ട് പോന്നെ ഒന്നിച്ചിട്ട്. ഇടെന്തോ അങ്ങനെ ഇല്ലാവാ അപ്പുറം കുറെ ദൂരം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആണുങ്ങളോടൊന്ന് പറയുന്ന എന്ത് വേണം? ജാഗ്രത വേണം. കൊടുക്കണം, പള്ളിയിലേക്ക് കൊടുക്കണം, ഉസ്താദന്മാർക്ക് കൊടുക്കണം. ചില ആളങ്ങനെ അങ്ങനെയുണ്ട്. പണ്ട് ഉപ്പാന്റെ ഉപ്പ എത്ര കൊടുത്തിന് കൈമടക്ക് 1 റുപ്യ ജാസ്തി കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു ഉസ്താദ് തമാശക്ക് കേട്ട് അല്ല ആചാറ് ഇത്ര തന്നെയാ പണ്ട് കൊടുത്തോണ്ട് എത്ര തന്നെയാ കൊടുക്കുന്നേ. അപ്പൊ അയാള് പറഞ്ഞു ഉസ്താദെ ഇല്ലാതല്ലാന്ന്. പിന്നെ കൊടുക്കാനും മനസ്സില്ലാത്തല്ല. പിന്നെ എന്റെ ഉപ്പാക്ക് 12 ഏക്കർ തോട്ടം ഉണ്ടായി. 30 ഓതി അഗ്രിമെന്റ് 4 ഏക്കർ കിട്ടീന. എന്റെ ഉപ്പ അത്ര ഉണ്ടായിട്ട് അപ്പ കൊടുത്തോണ്ടായ 100 റുപ്യ. ഞാൻ പിന്നെ എന്റെ ഒരു മാന്യത വെച്ച് എനിക്ക് ഒരു 100 കൂട്ടിട്ട് 200 ആക്കി. അതിനാട്ടി ആടെ കൊടുത്ത കബുറ്റിൽ കിടക്കുന്ന ഉപ്പാക്ക് പൊരുത്താ വേല. പണ്ടത്തെ 100 റുപ്യ ഇപ്പത്തെ 10,000 റുപ്യ. അതറിയല ഇയാൾക്ക്. ഞാനിന് യാറ കൊടുത്തെങ്കിൽ എന്താ വേല? ബേജാറൊന്നുമില്ല. കബറിൽ കിടക്കുന്ന ഉപ്പാക്ക് എന്താ വേല? പൊരുത്താ വേല. അയാൾക്ക് ബേജാറാവും. കണ്ട കണ്ണ പാപ്പ ഉപ്പാന്റെ സല്ലാണത്തും കിട്ടി. ഈ രൂപത്തിലാകരുത്. നല്ലോണം മനസ്സറിഞ്ഞ് രഹസ്യമായും പരസ്യമായും കൊടുക്കണം. റമളാനൊക്കെ വരാൻ പോകുമ്പോ നമ്മൾ അവിടെ ഇവിടെയെല്ലാം കൊടുക്കും. പേരിനും പ്രശസ്തിക്കെല്ലാം കൊടുക്കും. നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന മദ്രസയിലെ ഉസ്താദന്മാർക്ക് കൊടുക്കാൻ വലിയ ബേജാർ. ഖത്തീബ് ഉസ്താദിന് കൊടുക്കാൻ, മുഅദ്ദിൻ ഉസ്താദിന് കൊടുക്കാൻ, പ്രത്യേകിച്ച് മുഅല്ലിമീങ്ങൾക്കെല്ലാം കൊടുക്കാൻ ഭയങ്കര ബേജാറ്. ബേജാറങ്ങാവട്ടെ. പുറത്ത് വന്നിട്ട് ചെന്ന് ഉസ്താദ്മാർക്ക് തന്നെ നിങ്ങൾക്ക് കൊയ്ത്ത് കാലോ ഉസ്താദിന് ഇവിടെ എത്രയായി 1 കൊല്ലത്തേക്കുള്ളതായി. ഇത് പറയുന്നേ മര്യാദക്ക് നീ എത്ര ചെല്ലോ ഓനോട് കേൾക്കണം. അപ്പളെ നീ എത്ര കൊടുത്തിനി? അല്ല ഞാൻ കൊടുത്തിട്ടില്ല. അങ്ങനെ എല്ലാരും കൊടുത്തിട്ടില്ലേ? ഈ എല്ലാരോട് കേൾക്കുമ്പോൾ എങ്ങനെ ചെന്നേ എല്ലാരും കൊടുത്തിട്ടില്ലേന്ന് കൊടുത്തോരാരുമില്ല. പണ്ട് പാല് കൊണ്ടുവന്നിട്ട് ഒരുത്തം വെള്ളം കൊണ്ടുവന്ന പോലെ എല്ലാരും വെള്ളം കൊണ്ടുവന്ന പോലെ എല്ലാരും ഇരിക്കുന്ന അയാൾ കൊടുത്തിട്ടിരിക്കണോ ഇയാൾ കൊടുത്തിട്ടിരിക്കണോ എന്ന്. ലാസ്റ്റ് നോക്കുമ്പോ ആരും കൊടുത്തിട്ടില്ല. അങ്ങനെ ആവരുത്. റമളാനൊക്കെ വരുമ്പോ മക്കളെയൊക്കെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർക്ക് നല്ല ഹദിയ. ഈ ചുറ്റി ഇരിക്കട്ടെ ഉസ്താദ് ബർക്കത്തിനായിട്ട് കീസൊക്കെ എഴുതുന്ന ചില ആള് എന്തിനീ ഈ ഗുംപിണല് ഗോവിന്ദ് അതിനൊക്കെ പോട്ടു 500 കിട്ടിയതുണ്ടാവും, 1000 കിട്ടിയതുണ്ടാവും, 10 കിട്ടിയോ. ചില ആൾ പറയുന്നു ഉസ്താദ് ബേജാറാക്കണ്ട ഞാൻ മുസല്ല കിട്ടണ ഓമിഞ്ഞാന്നു.
മുസല്ലക്ക് എത്ര ഇട്ടെന്ന് ആർക്കറിയും? ഈ പറഞ്ഞ പോലെ 10 റുപ്യ ഇട്ടിട്ട് 40 റുപ്യ എടുത്തിനതെങ്കില അതും മുസല്ലക്ക് ഇട്ടതിനല്ലേ? അങ്ങനെയല്ല, മനസ്സറിഞ്ഞു കൊടുക്കുക. നിങ്ങളെ മക്കളെ പഠിപ്പിക്കുന്ന ഉസ്താദിന് ഒരു ഡ്രസ്സിന്റെ പൈസ ഇരിക്കട്ടെ ഉസ്താദാ, നിങ്ങൾക്ക് 1000 റുപ്യന്റെ ഡ്രസ്സ്, നിങ്ങളെ ഭാര്യക്ക് 1000 റുപ്യന്റെ ഡ്രസ്സ്, 2000 റുപ്യ കുടിച്ചോളി ഉസ്താദ്. എന്റെ കൊടുക്കാൻ കഴിയില്ലേ സക്കാത്തിന്റെ പൈസ, സദഖാന്റെ പൈസ കൊടുത്തൂടെ നമുക്ക്? നമ്മുടെ മക്കൾക്ക് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ ഫഅല്ലമഹുന്നാസ്, ഏറ്റവും ഖൈറായവരാണ് ഈ ഇൽമ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ. അവർക്കല്ലേ ആദ്യമായിട്ട് കൊടുക്കേണ്ടത്. അവർ ചോദിക്കണമെന്നില്ല, അവർ ആവശ്യപ്പെടണമെന്നില്ല. അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സദഖ ചെയ്യുന്നവരാരോ അവർക്ക് വലിയ അനുഗ്രഹമാണ്. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ പറയുന്നു, ആർക്കാണ് സ്വർഗ്ഗമുള്ളത്? ലിമൻ വസലൽ അർഹാം, കുടുംബബന്ധം പുലർത്തുന്നവർക്ക് സ്വർഗ്ഗമാണ്. പിന്നെയോ സലാം ധാരാളം പരത്തിയവർക്കാണ് സ്വർഗ്ഗമുള്ളത്. പിന്നെ അലാലൽ കലാം, നല്ല സോഫ്റ്റായ വാക്കുകൾ പറയണം. സ്വർഗ്ഗത്തിൽ പോകുന്ന ആളുകളുടെ വാക്കുകൾ നല്ല മയമാകണം. നാവ് പിന്നെയും വിഷയങ്ങളുണ്ട്. നാവിലൂടെ വരുന്നത് നല്ല സൗമ്യമായ വാക്ക്. കൂടുതൽ പെണ്ണുങ്ങളും നരകത്തിലായത് ഭർത്താക്കന്മാരോടുള്ള ധിക്കാരം കൊണ്ടാണ്. ഏത് ആണുങ്ങളോട് ചോദിച്ച ആണുങ്ങൾ പറയും, ഉസ്താദേ എന്ത് വേണമെങ്കിലും സഹിക്കാം, ഓളെ നാവ് സഹിക്കാൻ കഴിയില്ല ഉസ്താദ്, അങ്ങനത്തെ നാവ് ഡേഞ്ചർ പിടിച്ച നാവാണ്, തുടങ്ങിയെങ്കിൽ സ്വിച്ചിട്ട പോലെ എന്ത് പറയുന്നേന്നില്ല ഉസ്താദ്. ഉമ്മ നിന്റെ ഭർത്താവിനെ സങ്കടപ്പെടുത്തുന്ന രോക്ക് പറഞ്ഞിട്ട് നീ എത്ര ദിക്റുകൾ ചൊല്ലിയോ, ഉംറ ചെയ്തുവോ, സദഖ ചെയ്തുവോ, കാര്യമില്ല. നല്ല സോഫ്റ്റായ വാക്ക് പറയണോ? ആണുങ്ങളോടൊന്ന് പറയുന്നു, നിങ്ങളുടെ ഭാര്യമാരോട് നല്ല മയമുള്ള വാക്ക് പറയണേ. കുറച്ചു നേരം ഒന്ന് മൊബൈൽ ഫോൺ മാറ്റി വെച്ചിട്ട് ഭാര്യയുടെ അടുത്ത് പോയിട്ട് സുഖവിവരങ്ങൾ ചോദിച്ചിട്ട്, ഇതൊക്കെ ചോദിക്കണം. പെണ്ണിന്റെ മനസ്സ് ലോലമാണ്, അവരുടെ മനസ്സ് ലോലമാണ്. അവർക്ക് ഒരുപാട് പറയാനുണ്ട്. ഇതാരോട് പറയാനാണ്, ഇതാരോട് പറയാനാണ്? അങ്ങനെ ആ ഓട്ടോറിക്ഷയിൽ പോകുമ്പോ നമ്പർ എഴുതി കണ്ടു, നമ്പർ സേവ് ചെയ്തു, ഒരു മിസ് കോൾ അടിച്ചു, ഒരു ഹായ് അടിച്ചു. അവിടെ നിന്ന് തുടങ്ങിയ ബന്ധം അത് മുറിക്കാൻ കഴിയാത്ത ബന്ധമായി. ഓട്ടോറിക്ഷക്കാരന്റെ പണമല്ല, അവന്റെ സൗന്ദര്യമല്ല, അവനിൽ ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ? അവന്റെ വാക്കുകളാണ്. നല്ലൊരു സൗമ്യമാർന്ന വാക്കുകൾ. നൂറുകണക്കിന് പെൺകുട്ടികളെ കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ട്. പ്രണയവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥിനികൾ എല്ലാവരും പറയുന്നത്, എന്റെ ഉമ്മാക്ക് സ്നേഹമില്ല, എന്റെ ഉപ്പാക്ക് സ്നേഹമില്ല എന്ന് പറയുന്നു. കാരണം എന്താണെന്നറിയോ? സ്നേഹത്തിന്റെ വാക്കുകൾ പറയാറില്ല. പൊന്നുമോളോട് അടുത്ത് വിളിച്ചിരുത്തിയിട്ട്, മോളെ പാപ്പാക്ക് നിന്നെ ഇഷ്ടമാണ്, എല്ലാത്തിനേക്കാളും അള്ളാനെയും റസൂലിനെയും കഴിച്ചാ മോളെ എനിക്ക് മോളോട് ഇഷ്ടമാണ്, മോനോട് ഇഷ്ടമാണ്. ഇത് പറയാതെ പോകല്ല. അതുപോലെ ഭാര്യയോട് പറയണം, പെണ്ണേ ഞാൻ ചിലപ്പോ ദേഷ്യം പിടിക്കും, എന്തെങ്കിലും പറയും, പക്ഷേ നിന്നോട് വല്ലാത്ത സ്നേഹമുണ്ട്. മിഞ്ഞാന്ന് പറഞ്ഞ വയറുവേദന മാറിയിട്ടുണ്ടാ, തലവേദന കുറവുണ്ടാ എന്നൊക്കെ ഇടക്കിടക്കൊന്ന് ചോദിക്കണം. എപ്പോ ചോദിച്ചാലും കളവാവേല. തലവേദന സുഖായാന്ന് ചോദിച്ചെങ്കിൽ പെണ്ണുങ്ങൾക്ക് പിന്നെ എപ്പോഴും തലവേദന അല്ലേ? എല്ലാരും പെണ്ണുങ്ങൾക്കും തലവേദന ഉണ്ടാകും. തലവേദന കുറവുണ്ടാ എന്നെങ്ങനെ ചോദിക്കണം. അല്ലെങ്കിൽ ചില വിഷയങ്ങളെല്ലാം അവർ പറയുന്ന ബില്ല് ആന കുതിരന്തിരിക്കല പറയല്. ചെറിയ വിഷയം എന്തില്ല, കുളിക്കാൻ പോയിട്ട് വരുമ്പോ പല്ലി വീണ വിഷയം. ഇതാ നിങ്ങൾക്ക് ഒരു വിഷയം അറിയുവാ? ഇല്ല, ഞാൻ ചെല്ലട്ടാ? പിന്നുണ്ടല്ലേ, ഞാൻ പട്ട് സുബൈക്ക് കുളിച്ചല്ലേ, കുളിച്ചല്ലേ. ഇതിങ്ങനെ പറഞ്ഞിട്ട് അടുത്ത് എത്തുമ്പോ ഉച്ചാവും. മാത്രം സബൂറാക്കി കേൾക്കണത്ര വേറെ വയ്യന്തില്ല. ഏത് കേൾക്കണം, ഇരുന്ന് കേൾക്കണം. നല്ല ഭർത്താവോ ഇതൊക്കെ ഇരുന്ന് കേൾക്കണം. ഇദ്ദേഹം വലിയ ബിസിയ, ആന കുതിരക്ക് ഈ പല്ലിയ ഇതല്ല വലിയ ബിസിയമ്മ. ഞാൻ നടന്നുകൊണ്ട് പോകുമ്പോ ബുള്ളറ്റ് എന്റെ കാലിന്റെ മിത്തല പോയി ഞാനിപ്പോ ചെല്ല. ആണുങ്ങൾക്ക് അത് വിഷയമല്ല, പെണ്ണുങ്ങൾക്ക് ഇത് നിങ്ങൾ ഉസ്താദിനോട് ഫോണാക്കിട്ട് കേക്കി പല്ലി മേക്ക് വീണങ്ങ് മരിക്കുന്ന അലോക്ക.
പല്ലി മേക്ക് വീണ്ടും മരിക്കുന്നെങ്കിൽ നമ്മളെല്ലാം അഡ്രസ് ഇരിക്കല എപ്പോഴെ എത്ര പല്ലിയപ്പ മേക്ക് വീണ്ടും 1-2 മിനിറ്റ് ഇതല്ല പറയുമ്പോ ഞാൻ എന്താക്കണോ നല്ല ഫോൺ എടുത്തോണ്ട് വരും ഉസ്താദെ അല്ലെങ്കിൽ ഉസ്താദോട് കേട്ടിട്ടാ പറയണം. അവരുടെ ആഗ്രഹമാണ് ഇത് പറയാൻ. പെണ്ണുങ്ങൾക്ക് അവരുടെ മനസ്സ് അങ്ങനെയാ, ഓർക്കിത് പറയണം. മംഗലത്തിന് പോയിട്ട് വന്നിട്ട് അവൻ നമ്മ ചോദിക്കണം എങ്ങനെയായിരുന്നു കേൾക്കണം. കേട്ടിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ മുടവർത്തിരുന്നിനെ ഞാൻ മംഗലത്തിന് പോയത് നിങ്ങൾക്ക് ആയിട്ടില്ലാന്തോ അല്ലേ, ഇതെന്തല്ല ഞമ്മ കേട്ടിട്ടില്ല. പോയിട്ട് എന്തായി, ചോറെന്തായി, ചാറെന്തായി, എന്നിട്ട് ഷാവിന്റെ ചോറ് ഞങ്ങൾക്ക് എപ്പോ പോയെങ്കോ അങ്ങനെ. ബിരിയാണിയിൽ പീസില്ല, കബാബ് കൗത്തിന്റെ കണ്ട മണ്ണിട്ട് മുണ്ടാൻ എപ്പോ പോയെങ്കിൽ ഞങ്ങൾക്ക് കൗത്തിന്റെ കണ്ടെന്നെ കിട്ടുന്നു. പിന്നെ ഇങ്ങനെ തിന്നാൻ ആസാക്കിട്ട് പോയങ്ങനെ കൗത്തിന്റെ കണ്ടല്ലാതെ വേറെ എന്ത് കിട്ടാൻ. ഇതെല്ലാം ചോദിക്കണം, ഭർത്താവായവൻ ചോദിക്കണം. അതാണ് പെണ്ണിന്റെ മനസ്സ്. പെണ്ണിനോടെല്ലാം ചോദിക്കണം. പെണ്ണുങ്ങൾ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് വരച്ചോണ്ട് പോന്നെ നമ്മളെ. നിനക്ക് എന്റെ കണ്ണ് പൊട്ടീനാന്ന് കേൾക്കുന്നതല്ല, ഇത് വരക്കുന്ന ഡ്രസ്സ് എന്തായി നീന്ന് കേൾക്കുന്നു, അതാണ് വരക്കുന്നു. ചോറെല്ലാം ആക്കിയിട്ട് ആടന്നെ നിന്നിട്ട് നോയിക്കൊണ്ടിരിക്കുന്നു പെണ്ണുങ്ങൾ വയ്ക്കുമ്പോ. എന്തിന് നീ നിന്റെ ബായി നോക്കുന്ന പോയെടുന്ന് പറഞ്ഞിട്ട് ഭായിക്കാനായാല ഭാര്യാനെ ഇതാരാക്കിന ഭയങ്കര ടേസ്റ്റ്. എന്ത് പുതിയ യൂട്യൂബ് നോക്കിട്ടാക്കിയതാ ഭയങ്കര. നിന്റെ തന്നെ അറിയാ നല്ല ഇടക്കിടക്കല്ല കേൾക്കണം, ബണ്ണെങ്കിലും കേൾക്കണം. പണ്ടത്തെ അതേ പുളി അതേ ഉപ്പ് എപ്പ നോക്കിക്കോ ചപ്പ കറി ആയെന്താക്കണോ കുറച്ച് നല്ലത് ചെലുത്താമ പിറ്റന്ന ഓർക്ക് കുറച്ച് കൊമ്പ് വരുന്നു. പെണ്ണുങ്ങൾക്ക് കാറ്റ് വേഗം പിടിക്കുന്നു. ഇന്നെ പോയിട്ട് കാറ്റിട്ടെങ്കിൽ നാളെ ചട്ടത്തിൽ കിട്ടും. നാളെ പോണോ സബുറാക്കി അർജന്റാക്കണ്ട. മെല്ലെ തിന്നെങ്കിലും ഉള്ളും തിന്നാന്നല്ല, മെല്ലെ മെല്ലെ മെല്ലെ. ഇപ്പൊ അത് മറക്ക് നീമ്പയോ പെണ്ണുങ്ങൾക്ക്, ബേജാറാ നീമ്പിയോ, മറക്ക് നീമ്പയോ, കുറവാ നീമ്പയോ, എല്ലാം ബയോ എല്ലാം മറക്കുന്നില്ലാവാ. പണ്ട് 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 പണ്ടൊരിക്കും എന്തെങ്കിലും ചെല്ലിയതെല്ലാം ഓർക്ക് ഓർമ്മയിരിക്കുന്നത്. എന്നെ വെച്ചിട്ട് ചെന്ന് മെരിക്കോളെ ചെന്ന് പണ്ട് നിങ്ങൾ ചെല്ലിയിട്ടില്ലേ എന്നെ ഉമ്മാമാനാണ് കാണുന്നത്, ഞാൻ മരിക്കോ ഞാൻ മറക്കോ മെരിക്കോളെ മറക്കല്ല അത് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ചിലതെല്ലാം ഓർമ്മയുണ്ടാകുന്നു. ഏത് എന്റെ ഉപ്പാക്ക് എന്റെ കാൽക്കെട്ടിന് എന്നെ ഈ കുണ്ടിലേക്ക് കൊണ്ടുപോയിട്ട് ആരോ വെച്ച സാപ്പോ എല്ലാം പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ എന്തെല്ലോ പറഞ്ഞുകൊണ്ടാണ് ഗിരി 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 നമ്മ കേൾക്കാത്ത പോലെ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഇത് ചൊല്ലിക്കൊണ്ട് നടക്കുക. അതിനെല്ലാം റിപ്ലൈ ആക്കുമ്പോഴെങ്കിൽ നമുക്ക് ഇന്ന് കിട്ടുന്ന ചോറും സാമ്പാറും അതും അടക്കം ഇല്ലാതായി പോകും. അല്ലാഹു കാക്കട്ടെ. അപ്പൊ എന്താക്കണോ പെണ്ണുങ്ങളെ വിഷയത്തിലെല്ലാം റസൂലുള്ള പറഞ്ഞില്ലേ നിഅമൽലുദുമോ എന്തൊരു നല്ല കൂട്ടാനാണ് സുർക്ക. കൂട്ടാൻ സുർക്കയല്ലാതെ സിർക്കയല്ലാതെ വിനീഗറല്ലാതെ ഒന്നുമില്ല നബിയേ. റസൂലുള്ള ചോദിച്ചില്ല എന്ത് എപ്പോൾ ഇതന്നെയാ ഇതെന്ത് പാട്ട് സാമ്പാർ പാട്ട് പറഞ്ഞില്ല. എന്തൊരു നല്ല കൂട്ടാനാണ് സിർക്ക വിനീഗർ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോ CBI-നെ പോലെ മുണ്ടാൻ പാടില്ല, SI-നെ പോലെ മുണ്ടാൻ പാടില്ല, പോലീസുകാരനെ പോലെ മുണ്ടാൻ പാടില്ല. പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോ ഇങ്ങനെ എത്ര വലിയ കുതിര പ്രസിഡന്റ് കത്തീബ തങ്ങയ ഔലിയാന്റെ ഉപ്പ ഔലിയ എന്തായിട്ടും അയ്മാന്റെ അടുത്തേക്ക് എത്തിട്ട് കൊണോണ്ട എന്ത് വലിയ ആളായെങ്കിൽ കാക്കരച്ചിട്ട് തുപ്പുന്നല്ലാതെ. പണ്ടൊരു ഔലിയ കറാമത്ത് കാണിക്കാൻ വേണ്ടി ഒരു വലിയ എന്താക്കി വലിയ ഞാനിപ്പോ അത്ഭുത കാണിക്കുന്നത് ഞാനിവിടെ ഇരിക്കുന്നു നീ നോക്കൂ. ഒരാള് ഭർത്താവ് ഇരുന്നിട്ടുണ്ട്, അതേപോലത്തെ ഒരു ഭർത്താവ് ഇതെല്ലാം പാറിയിട്ട് പോയിട്ട് വന്നിട്ട് സുർക്ക ഇരുന്നിട്ട് ഇയാളെ പോലെ ആ രണ്ടാളുണ്ടത് ഇല്ലാതായിട്ട് ഒരാളായിട്ട് മാറി. എങ്ങനെ ഉണ്ട് തലൈമാണ് എങ്ങനെ നിങ്ങ ഉടനെ ഉണ്ട് അത് പാറിയത് ധാരാളല്ലേ. എങ്ങനെ ഏത് ഇയാളെ എണിച്ചിനാ ഇയാള് പോലത്തെ ഒരാളായിട്ട് പോയിട്ട് പാറിയിട്ട് വന്നിട്ട് ഇല്ലാതെ വൈമ കേൾക്കുന്നതിന്റെ നിങ്ങൾ ഉടനെ ഇല്ലേ അത് പാറിന്റെ വേറെ ആളല്ലേ. ഇനിയിപ്പോ എണിച്ചിട്ട് പാറിയെങ്കിലും ഓർക്ക് വലിയ വിഷയം എന്താന്നില്ല. ഭർത്താക്കന്മാർ തങ്ങന്മാരാവട്ടെ ഉസ്താദന്മാരാവട്ടെ ഓരോ പേരുടെ വിഷയം ചോദിച്ചറിയുമ്പോഴാണ് ഓരോ നമ്മളാട്ടി ബേജാറിൽ ഓറുള്ളത്. ഏത് ആ അവസ്ഥയിലാണല്ലേ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് തലാഖാക്കാൻ വേണ്ടി ബേജാറ് പറയാൻ വേണ്ടി വരുമ്പോഴല്ലേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ആടുള്ള ചെറിയ പിണക്കം കണ്ടിട്ട് ഇയാൾ പോയി ഈനാട്ടി എന്റെ ഓളെ ആവുന്നിട്ട് സീത പോയിനാല ഇത്ര ജോറില്ല ഇമാൻ. ഏതുമാകട്ടെ ആണുങ്ങൾ എന്ന് വേണമെന്നറിയോ ഭാര്യമാരുടെ വിഷയങ്ങളെല്ലാം കേൾക്കണം, കേട്ടിട്ടിരിക്കണം, വണ്ണ മൂളണം. കേട്ടം മതിയല്ല ഇടക്കിടക്ക പിന്നെ
തീർന്നിട്ട് നമ്മളും അങ്ങനെ ഹാലാക്കണ്ട, പിന്നെയും പിന്നെ അടിയിട്ടു. ഇതെല്ലാം കേട്ടിട്ട് കേൾക്കലാണ്. അവരെ കേട്ടാൽ അവർക്ക് സന്തോഷമാണ്. എല്ലാവരും ഇത് കേൾക്കണം. അവർ പോയതും വന്നതും ഭിക്ഷക്കാരൻ പറഞ്ഞതും എണീച്ചതും ഡ്രസ് വാങ്ങിയതും ഇതെല്ലാം അവരോട് ചോദിച്ചറിയണം. അവർക്ക് ആനന്ദമാണ്. അത് നൽകാൻ ഒരു പെണ്ണിന്റെ ആവശ്യമറിയാൻ, ഒരു പെണ്ണിന്റെ സന്തോഷമറിയാൻ, ഒരു പെണ്ണിന്റെ ആഗ്രഹമറിയാൻ, ഒരു പെണ്ണിന്റെ ആവശ്യങ്ങൾ അറിയാൻ ഒരു ആണിന് സാധിച്ചില്ലെങ്കിൽ അവൻ പരാജയപ്പെട്ടവനാണ്. ഖിയാറുക്കും നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണ്? റസൂലുള്ള പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വീട്ടിൽ നല്ലവനാരോ, ഭാര്യയുടെ അടുത്ത് നല്ലവനാരോ അവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. നല്ല സംഭാവന നിങ്ങളൊക്കെ ചെയ്യണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കുറച്ച് വിഷയങ്ങൾ കൂടി പറഞ്ഞു ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. ഒരു ഉസ്താദ് പറഞ്ഞൊരു 10:45 ഇടയിൽ ഇത്രയും പറയാൻ കഴിയും. ഞാൻ കുറച്ച് ശബ്ദം കുറച്ചെടുത്ത് പറഞ്ഞതാണ്. ഇത്രയും പറയാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടില്ല. രാവിലെയൊക്കെ തീരെ ശബ്ദമില്ല. അൽഹംദുലില്ലാഹ് ഇത്രയൊക്കെ ആയി. അല്ലാഹു ബർക്കത്താക്കട്ടെ. പിന്നെ ബക്കറ്റുണ്ട്, സഹായിക്കുക. സ്വർഗത്തിലേക്ക് പോകുന്ന പെണ്ണുങ്ങൾ ആരാണ്? എല്ലാത്തിലും നന്മയുണ്ടാകണം. പെണ്ണായി പറന്നവൾക്ക് ഒന്നാമത് വേണ്ടത് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഇംറഅത്തുൻ അഫീഫത്തുൻ താഇയത്തുൻ ലില്ലാഹി വലിസൗജിഹാ. അല്ലാഹുവിനെ അനുസരിക്കുന്നവളാകണം. അല്ലാഹുവിൽ നിന്ന് വന്ന മുസീബത്തുകൾ, അവൻ തന്ന സന്തോഷങ്ങൾ, അവൻ തന്ന സൗകര്യങ്ങൾ എല്ലാം ശുക്റായി അല്ലാഹുവിന് അർപ്പിക്കുന്നവളാണ് അവൾ. വലിസൗജിഹാ, അല്ലാഹുവിനെ അനുസരിക്കുന്ന പോലെ ഭർത്താവിനെയും അനുസരിക്കുന്നവൾ സ്വർഗ്ഗക്കാരിയാ. മുഹമ്മദുർ റസൂലുള്ളാഹ്. രണ്ടാമത്തെ പെണ്ണ് ആരാന്നറിയോ? ഇംറഅത്തുൻ വലൂദുൻ വദൂദ് സാബിറത്തുൻ ഖാനിയത്തുൻ ബിൽസീരി മാ സൗജിഹാ. ധാരാളം പ്രസവിക്കുന്ന പെണ്ണ്. 1 മതിയാ 2 മതിയാ നിർത്തുവല്ല. ധാരാളം പ്രസവിക്കാൻ കഴിഞ്ഞിട്ട് ധാരാളം പ്രസവിക്കുക. നല്ലവണ്ണം സ്നേഹമുള്ളവൾ. ഭർത്താവിനോട് നല്ല സ്നേഹം വേണം. ഭർത്താവിനെ എവിടെയും തരം താഴ്ത്തരുത്. ഭർത്താവിനെ ഇൻസൾട്ട് ചെയ്യരുത്. ഭർത്താവിനെ കുറവാക്കരുത്. ഭർത്താവിനെ കുറ്റം പറയരുത്. നല്ല സ്നേഹമുള്ളവളാ. സാബിറത്തുന്നവൾ വല്ലാത്ത ക്ഷമയുള്ളവളാ. ക്ഷമ വേണേ ഉമ്മ. രോഗം വരുമ്പോ, സങ്കടം വരുമ്പോ, മക്കൾ മരിക്കുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, വീടില്ലാതിരിക്കുമ്പോ, ഇടങ്ങേറുകൾ വരുമ്പോ, കടമാകുമ്പോ എല്ലാത്തിലും ക്ഷമ വേണേ. തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കണോ. അന്യവരോടുള്ള ബന്ധങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും അവിടെയും ഇവിടെയും എല്ലാം ഓൺലൈനായി ഓഫ്ലൈനായി ഉള്ള ബന്ധങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ക്ഷമയോടെ മുന്നേറുന്നവളാകണ്ടയോ. ഖാനിയത്തുൻ ബിൽസീറ, നല്ല കനാത്തുള്ള പെണ്ണാവണ്ടേ. ചെറുക്കിൽ മുസ്തഹാവൽ ഫാഖിരി ഏതാണോ വസ്ത്രം കൊള്ളേയും വീട് കൊള്ളേയും എന്തെല്ലാമാണോ അല്ലാഹു തന്നത് കൊണ്ട് നീ പൊരുത്തപ്പെട്ടവളാണോ? നാളെ മഹ്ശറയിൽ ഹിസാബില്ലാത്ത സ്വർഗോ, കിരീടം വെച്ചുകൊണ്ടുള്ള സ്വർഗോ അല്ലാഹു നിനക്ക് തരാതിരിക്കില്ല. വിഷമങ്ങൾ പറഞ്ഞു മന്ത്രവാദിയുടെ അടുത്ത് പോകണ്ട. സങ്കടം പറയാൻ കണക്ക് വെക്കാൻ പോകണ്ട. മാട്ടമന്ത്രങ്ങളിൽ ഇടപെടാൻ പോകണ്ട. നീ ക്ഷമയോടെ മുന്നേറിയ 6 മക്കൾ ഒരൊറ്റ ദിവസം മരിച്ചിട്ട് 6 മക്കൾ മരിച്ചിട്ട് ആ ഉപ്പാക്ക് ആ ഉമ്മാക്ക് സങ്കടമില്ലല്ലോ. അവരെന്താ പറഞ്ഞതെന്നറിയോ? ഈ 6 മക്കളും അല്ലാഹു തന്നതല്ലേ, അല്ലാഹുവിലേക്കല്ലേ അവരെല്ലാം പോയത്. അതുകൊണ്ട് സങ്കടമില്ല. ഒരൊറ്റ ദിവസത്തിൽ 6 മക്കൾ മരിച്ചു പോയിട്ടോ സങ്കടമില്ലല്ലോ. ഉള്ളത് കൊണ്ട്
പൊരുത്തപ്പെടാൻ കഴിവുള്ളവരാകണ്ടയോ? ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടേണ്ടേ? എല്ലാത്തിലും ഉള്ളത് കൊണ്ട് വല്ലബിമാ ഖസമല്ലാഹു ലക തകുൻ അഗ്നന്നാസ്, ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുന്നവരാകണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ. മൂന്നാമത് പറഞ്ഞത് ഹയാ ഉള്ള പെണ്ണ്, ലജ്ജയുള്ള പെണ്ണ്, നാണമുള്ള പെണ്ണ്. പെണ്ണെ നാണം വേണേ. ഫോട്ടോസുകൾ എടുത്തിട്ട് സ്റ്റാറ്റസിലൂടെ ഷെയർ ചെയ്യല്ല. ഇൻസ്റ്റാഗ്രാമില് മറ്റുള്ളതിലോ വീഡിയോ കോളുകള്, നഗ്നമായ ചിത്രങ്ങള്. നാണമില്ല. കസീന്, അതും കസീന്, ഇതും കസീന്. ഈ സുഡ്ഗാഡിന്റെ കസീൻ വന്നിട്ട് അഞ്ഞറില്ലാതെ ആയിപ്പോയല്ലോ. ഫാമിലി ടൂറില്, മറ്റുള്ള ഫാമിലി യോഗങ്ങളില് അവിടെയും ഇവിടെയും നാണും പെണ്ണും കലർന്നിട്ട് തിന്മയുടെ പ്രചാരകരാകയല്ലയോ. കാലിന്റെ മുകളിൽ കാലിട്ടിരിക്കുന്ന പെണ്ണ് നല്ലതല്ല. ഭർത്താവിന്റെ മുമ്പില്, അതുപോലെ ഉമ്മാന്റെ മുന്നില്, ഉപ്പാന്റെ മുന്നില് കാലിന്റെ മുകളിൽ കാലിട്ടിരിക്കൽ അതല്ല. ഹയാ വേണേ. ലജ്ജയില്ലാത്ത പെണ്ണ് ഉപ്പില്ലാത്ത ഭക്ഷണം പോലെയാ. ലജ്ജയില്ലാത്തവൾക്ക് സ്വർഗമില്ല. ലജ്ജയുള്ളവർ സ്വർഗത്തിലാ. ലജ്ജയുള്ള പെണ്ണ് അവൾ സ്വർഗക്കാരിയാണ്. റമളാൻ മാസത്തിൽ പുറത്തിറങ്ങാൻ അവർക്ക് നാണമാണ്. ഹറാമുകൾ സ്കൂൾ ഡേകളുടെ മുറ്റത്ത് പോയി ഇരുന്നിട്ട് ആസ്വദിക്കൽ അവർക്ക് ലജ്ജയാണ്. തെറ്റുകുറ്റങ്ങൾ പ്രചാരപ്പെടുത്തൽ അവർക്ക് ലജ്ജയാണ്. ബീച്ചുകളിലും മറ്റും ചുറ്റിക്കറങ്ങൽ, അന്യരോട് കൂടെയാവൽ, തെറ്റിന്റെ കൂടെയാവൽ അവർക്ക് ലജ്ജയാ. ലജ്ജയുള്ളവർ സ്വർഗത്തിലാ. നാലോ, ഭർത്താവ് മരിച്ചിട്ടോ മക്കളെ ഓർത്തിട്ട് മക്കൾ വഴിതെറ്റുമോന്ന് പേടിച്ചിട്ട് കല്യാണം കഴിയാതെ കാത്തിരുന്ന പെണ്ണില്ലേ, അവൾക്കും സ്വർഗമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ സ്വർഗം കാത്തിരിക്കുന്നവരാരാ? താലിൽ ഖുർആൻ, ധാരാളം ഖുർആൻ ഓതിയവർ. നല്ലോണം ഖുർആൻ ഓതണ്ടേ ഉമ്മ. റമളാൻ മാസം വരാൻ പോകുന്നില്ലേ? ഒരു 3 ഖത്മുൽ ഖുർആൻ എങ്കിലും ഓതി തീർക്കേണ്ടവരല്ലയോ? ധാരാളം ധാരാളം ഖുർആൻ ഓതണേ ഉമ്മമാരെ. ഹാഫിദുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കണേ. ഫിത്ന പറയല്ല, ഫസാദ് പറയല്ല, ആലിമീങ്ങളെ ചീത്ത പറയല്ല, മുതഅല്ലിമീങ്ങളെ കുറ്റപ്പെടുത്തല്ല, സയ്യിദന്മാരെ അവഹേളിക്കല്ല, ആരെയും ഒന്നും പറയണ്ട, അയൽവാസികളെ ചീത്ത വിളിക്കണ്ട, അയൽവാസികളെ ആക്രമിക്കണ്ട, സങ്കടപ്പെടുത്തുന്നൊരു വാക്ക് പറയണ്ട. ഒരാളുടെ മനസ്സിന് ഒരു വാക്ക് കൊണ്ട് നീ ബുദ്ധിമുട്ടിച്ചാൽ, സങ്കടപ്പെടുത്തിയാൽ പകരം അല്ലാഹു നിന്നെ സങ്കടപ്പെടുത്താതിരിക്കില്ല. ഉമ്മ, അവിടത്തെ ചർച്ച, ഇവിടത്തെ ചർച്ച, അവരെ പറ്റിയുള്ള കുർപ്പാത്തുകൾ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് നാവ് സൂക്ഷിച്ചാൽ അവരെ സ്വർഗം കാത്തിരിക്കുമെന്നാണ്. പിന്നെയോ വിശന്നവന് ഭക്ഷണം കൊടുത്തോ? ഉസ്താദന്മാർക്ക്, മുതഅല്ലിമീങ്ങൾക്ക്, മിസ്കീന്മാർക്ക്, പാവങ്ങൾക്ക് ധാരാളം നല്ല നല്ല ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തോ? അല്ലാഹു അതിൽ ബറക്കത്ത് ചെയ്യുമല്ലോ. സ്വർഗഭക്ഷണം കിട്ടണ്ടേ ഉമ്മ? സ്വർഗത്തിൽ എളുപ്പത്തിൽ കിടക്കാ. ധാരാളം ഭക്ഷണം കൊടുത്തോ, വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തോ. വീട്ടിൽ സൽക്കാരമായപ്പോ പാത്രത്തിൽ പള്ളിയിൽ കൊടുത്തയച്ചോ. വെള്ളിയാഴ്ചകൾ മുസാഫിരീങ്ങൾക്ക് വെള്ളിയാഴ്ച ഉച്ചക്ക് ഭക്ഷണം പള്ളിയിൽ കൊടുത്തയച്ചോ. സ്വലാത്തിന് വരുന്നവർക്ക്, മജ്ലിസിൽ വരുന്നവർക്ക് അതെല്ലാം ധാരാളം ഭക്ഷണം കൊടുക്കുന്നവർ അവർ സ്വർഗക്കാരാണ്. പിന്നെയോ ഇഖ്ലാസോടെ റമളാൻ കൈകാര്യം ചെയ്ത് നല്ലവണ്ണം നോമ്പെടുക്കുന്നവരാരോ
അവർക്കും സ്വർഗമുണ്ട്. സൂറത്തു നബയിൽ യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജാ. സ്വഹാബി ചോദിക്കുക, നബിയേ അവരെങ്ങനെയാ കൂട്ടം കൂട്ടമായിട്ട് വരിക? 10-12ഓളം വിഭാഗം പറഞ്ഞു. സമയമില്ല, ചുരുക്കുകയാ. ഒരു 4 വിഭാഗം പറയാലോ. കൈകാലുകൾ മുറിക്കപ്പെട്ടവരായിട്ട് മഹ്ശറയുടെ മുറ്റത്ത് വരുന്നൊരു കൂട്ടര്. കൈകാലുകളില്ല, അവർക്ക് കൈയില്ല, കാലില്ല. അപ്പോൾ വിളിച്ചു പറയപ്പെടുകയാ, ഇത് അയൽവാസികളെ ബുദ്ധിമുട്ടിച്ചവരാ, അയൽവാസികളെ കരയിച്ചവരാ, അയൽവാസിയുടെ പൊതു മുടക്കിയവരാ, അയൽവാസിയുടെ റോഡ് മുടക്കിയവരാ, അയൽവാസിക്കെതിരെ കമ്പൗണ്ട് കെട്ടിയവരാ, അയൽവാസികളെ പറ്റി വിത്ര പറഞ്ഞവരാ. രണ്ടാമത്തെ വിഭാഗമാരാന്നറിയോ? പന്നികളുടെ കോലത്തിലായ മനുഷ്യ കൂട്ടരാണ്, പന്നികളെ പോലെയുള്ള മനുഷ്യ കൂട്ടരാണ്. അവർ വരുമ്പോ വിളിച്ചു പറയപ്പെടുകയാണ്, ഇത് നിസ്കാരത്തിൽ അശ്രദ്ധ കാണിച്ചവരാ, നിസ്കാരത്തിന്റെ വിഷയം ഓർമ്മയില്ലാത്തവരാ, നിസ്കാരം കളാക്കിയവരാ. നാളെ മഹ്ശറയിൽ വരും.